ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ വളർന്നു വരുന്ന കുട്ടികളിൽ എന്തുമാത്രം എഫക്റ്റാണ് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി ഒരു ചെറു ബോധവൽക്കരണ വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെ ഇനി വരും കാലങ്ങളിൽ ബാധിക്കാൻ പോകുന്നത് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ അമിതമായ ഉപയോഗവും ശരിയാവണ്ണം ഉപയോഗിക്കാതെയും വളർന്നു വരുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് വരുത്തുന്ന ഒരു കാലമാണ് നമുക്കിനി നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. മാതാപിതാക്കൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോൺ അല്ല കൊടുക്കേണ്ടത്. കാരണം അവർ പ്രകൃതിയുമായിട്ട് ചേർന്ന് വളരണം, പ്രകൃതിയുമായിട്ട് ഇടപഴകി വളരണം. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ തലച്ചോറിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുന്നത്. കാരണം ഒരു കുട്ടിക്ക് ആവശ്യമായ ആഹാരവും അതുപോലെ തന്നെ കളികളും പല വിനോദങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു സമയത്ത് അവരെ ഈ ഒരു ചെറിയൊരു മൊബൈൽ ഫോണിൻ്റെ അകത്ത് വെച്ച് അവരുടെ ഈ ബ്രെയിൻ കോർട്ടിനെ ബാധിക്കുന്ന രീതിയിൽ അമിതമായി കൊടുത്ത് നശിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ ഈ തലച്ചോറിൻ്റെ ആ ഒരു ഏറ്റവും വളരുന്ന ഒരു പീക്ക് പീരീഡാണ് ഈ കുട്ടികളുടെ ഈ വളർച്ചാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മാതാപിതാക്കൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനൊരു കുട്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഉണ്ടാവുക എന്നതിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ അക്രമാസക്തം മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ വരുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് വരുന്ന അമ്മൂമ്മ വിചാരിക്കും കുട്ടി എന്തുകൊണ്ടാണ് ഇത്ര അക്രമാസക്തമായി വാർത്തത്. അപ്പോൾ അമ്മയോട് പറയും കുട്ടിക്ക് ഫോൺ എടുത്ത് കൊടുക്കും, കുട്ടി അത് നോക്കി കളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് കുട്ടിക്ക് ആ ഫോൺ എടുത്ത് കൊടുക്കുന്നതിലൂടെ കുട്ടി ആ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പകരം എന്തെല്ലാം ചെയ്യാം, വളരെ നിന്ന് കുട്ടിക്ക് ഓരോ ഘട്ടത്തിലും ഓരോ വിനോദങ്ങളിലും കളികളിലുമാണ് കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സിറ്റി ലൈഫുകളിൽ ജീവിക്കുന്ന അച്ഛനമ്മമാർ കുട്ടികളെ യാതൊരു വെച്ചാലും വെളിയിലുള്ള കുട്ടികളുമായിട്ട് ഒരു സമ്പർക്കത്തിനോ അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് ഒരു സമ്പർക്കത്തിനോ സമ്മതിക്കാതെ അവരെ ഒരു റൂമിനകത്ത് ചുറ്റി അടച്ചിട്ടിരിക്കുന്നു. അതുപോലെ അങ്ങനെ റൂമിനകത്ത് ചുറ്റപ്പെട്ട് ഒരു റൂമിനകത്ത് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന കുട്ടികളിൽ ആസ്മ പോലുള്ള മാരകമായ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഒരു വില്ലേജിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും ഒരു സിറ്റിയിൽ ജീവിക്കുന്ന കുട്ടിയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഒരു വില്ലേജിലിരിക്കുന്ന കുട്ടിക്ക് ആസ്മ അതുപോലെ തന്നെ പല വ്യാപിക്കുന്ന രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ആ കുട്ടിയുടെ ദേഹത്ത് ഒരു ഇമ്മ്യൂണി പവർ വരികയാണ്. ഇതുപോലെ നമ്മൾ ഈ അകത്ത് മാത്രം ചുറ്റിപ്പറ്റി ഇരിക്കാതെ കുട്ടികളെ വെളിയിലേക്ക്, അതായത് നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ വിടണം. അവർ പ്രകൃതി എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. നല്ല ശീലങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു മൊബൈൽ ഫോണിനോ അതോ ഒരു കമ്പ്യൂട്ടറോ വാങ്ങി അവരുടെ ആ ഒരു ബ്രെയിൻ വളർച്ചയുടെ ആ ഒരു പീക്ക്, അവരുടെ ഗ്രോത്തിൻ്റെ ആ ഒരു പീക്ക് ഘട്ടത്തിൽ ഇതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അവരെ അടിമയാക്കാതെ അവരെ മാനസികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ഓരോരോ കാലഘട്ടങ്ങളിൽ അതിൻ്റേതായ കളികൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയും. അപ്പോൾ കുട്ടികളെ അടിക്കുക പിടിക്കുക ചെയ്യാതെ അവരെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരെ പല വിനോദങ്ങളിൽ ഏർപ്പെടാൻ സമ്മതിക്കുക. അതാണ് ഒരു അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ഇങ്ങനൊരു മൊബൈൽ ഫോണിന് അഡിക്റ്റാക്കി വയ്ക്കാതെ പല കാര്യങ്ങളിൽ അവരെ ഏർപ്പെടാൻ സമ്മതിക്കുക. അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാതെ ഈ ഫോണിൽ നിന്നും അവരെ ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി.
അവർ ചിന്തിക്കുന്നത് മാറ്റിയെടുക്കുന്നതിലൂടെ, ചിന്തിക്കുന്ന ഒരു പ്രക്രിയ മാറ്റിയെടുക്കുന്നതിലൂടെ ഈ മൊബൈലിന് അടിമയാവുന്ന ഒരു അവസ്ഥ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നു. ഈ മൊബൈൽ ഫോൺ കൊണ്ട് പല ദൂഷ്യഫലങ്ങളുണ്ട്. കാരണം ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേസ്, ഇത് നമ്മുടെ കാതിനെ വളരെയധികം കേൾവി ശക്തി കുറയുന്നതും, ഈ കണ്ണട പോലുള്ള കാര്യങ്ങൾ ചെറു കുട്ടികൾക്ക് കണ്ണട വയ്ക്കേണ്ട സാഹചര്യം വരെ എത്തിയിരിക്കുന്നു. അപ്പം ഫോണിന് അമിതമായി അഡിക്റ്റ് ആയതൊരു കുട്ടിക്ക് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഈ വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരുടെ ആനുവൽ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് മാർക്ക് ലഭിക്കുന്നില്ല. അവർ പഠനത്തിൽ പുറകോട്ട് പോകുന്നു. ഇങ്ങനെ പോലുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ അമിതമായ മൊബൈൽ ഉപയോഗങ്ങളിലൂടെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ മാതാപിതാക്കൾ, അച്ഛനമ്മമാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയെ ഇതിൽ നിന്നും ഘട്ടം ഘട്ടമായി അവരെ വേദനിപ്പിക്കാതെ, മാനസിക സമ്മർദ്ദം കൂടാതെ അവയെ ഈ മൊബൈലിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അവരെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പ്രകൃതിയിൽ ഇറങ്ങി തന്നെ നമുക്ക് ചെടികൾ നടുക, പുതിയ വൃക്ഷത്തൈകൾ നട്ടുപഠിപ്പിക്കുക, ഇതുപോലുള്ള കാര്യം, പത്രവായന, അതുപോലെ തന്നെ വായനാശീലം വളർത്തിയെടുക്കുക. പല ഹാബിറ്റും നമുക്ക് മാറ്റിയെടുക്കാവുന്ന, അങ്ങനെ ചെയ്തതിലൂടെ നമുക്ക് ഈ ഒരു കുട്ടിയെ തിരിച്ച് അവൻ്റെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ തികച്ചും വളരെ ഉപകാരപ്രദമാകുന്നു.